എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്രോൺസ് റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ ബദാം പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം സമയമൊന്നും എടുക്കില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കണം. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേബിൾ സ്പൂണിൽ അളന്നെടുത്താലും മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അരിച്ച് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വേണ്ടത് ഒരു 75 ഗ്രാമാണ്. 75 ഗ്രാം എന്ന് പറയുന്നത് 5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ പുറത്തുനിന്ന് പൊടിച്ച പഞ്ചസാര വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമ്മളൊരു 75 ഗ്രാം ഒന്ന് മെഷർ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബദാം പൊടിക്ക് പകരം എടുക്കുന്നത് മൈദയാണ്. മൈദയും നമ്മളൊന്ന് അളന്നെടുക്കുകയാണ്. 80 ഗ്രാമാണ് മൈദ അളന്നെടുക്കേണ്ടത്. അതൊരു 13 ടേബിൾ സ്പൂണാണ് വന്നിരിക്കുന്നത്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണാണ്, അതായത് 15 മില്ലിയുടെ സ്പൂണാണ് ടേബിൾ സ്പൂൺ. അപ്പോൾ മൈദയും നമ്മൾ അളന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പൊടിക്കാത്ത തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. ഇത് 50 ഗ്രാമാണ് വേണ്ടത്. ഇതൊരു 3.5 ടേബിൾ സ്പൂണാണ് 50 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതും അവിടെ നമുക്ക് മെഷർ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാക്രോൺസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മെഷർമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ അളന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ചെറിയ മുട്ടയുടെ വെള്ളയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ 60 ഗ്രാമാണ് നമ്മൾ മുട്ടയുടെ വെള്ള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിത് വേണ്ടത്. അതായത് മുട്ടയുടെ വെള്ള, മൈദ, പഞ്ചസാര, ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് ഹാൻഡ് വിസ്ക്കാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒരു പതഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ഒരു 3 തവണകളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുക്കണം. ഈ എഗ് വൈറ്റ് നല്ല സ്റ്റിഫാകുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എത്രയും സ്റ്റിഫാക്കാമോ അത്രയും സ്റ്റിഫാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് മാക്രോൺസ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണം കളർ ചേർക്കാം. കളറ് നിങ്ങൾക്ക് പല കളറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു കളറിലാണ് ചെയ്യുന്നത്. നീല കളറാണ്, ജെൽ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ലിക്വിഡ് ഫുഡ് കളർ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ജെല്ലായിട്ടുള്ള കളർ എടുക്കുന്നതാണ്. കളറൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക. കളറ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാരയും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നന്നായിട്ട് കട്ടകളില്ലാതെ രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ബദാം പൊടി വെച്ചിട്ടുള്ള മാക്രോൺസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റിലേക്ക് ഈ പൊടി കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. നമ്മളിതിൽ എണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് നമ്മൾ മാക്രോൺസ് ഉണ്ടാക്കുന്ന സമയത്ത് അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ടെക്സ്ചർ വ്യത്യാസമാണ് നമ്മൾ മൈദ വെച്ച് ചെയ്യുമ്പോൾ. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ആൽമണ്ട് ഫ്ലോർ ഏതാ മൈദ ഏതാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുന്നത് ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആൽമണ്ട് ഫ്ലോർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഈ പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു നോസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പമുള്ളൊരു നോസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൈപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്പാറ്റില വെച്ചിട്ട് ഇത് ബാറ്റർ എടുക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പൈപ്പ് ചെയ്ത് എടുക്കാം. നമ്മൾ സാധാരണ ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ടുള്ള മാക്രോൺസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം നേരം മാറ്റി വെക്കണം. അതിൻ്റെ മുകളിലൊരു പാട രൂപപ്പെട്ടിട്ടാണ് നമ്മളത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്.
പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ വരും. റെസ്റ്റിംഗ് ടൈം ഒന്നും വേണ്ട. നമുക്കിത് പൈപ്പ് ചെയ്ത് അപ്പം തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും മാക്രോൺസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ടർ പേപ്പർ ട്രെയിൽ വിരിച്ചതിന് ശേഷം പൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതെപ്പോഴും പൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോസിൽ നേരെ പിടിക്കുക. നേരെ പിടിച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ കറക്കാൻ പാടില്ല. എടുക്കുന്ന സമയത്താണ് നമ്മളത് കറക്കി എടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തട്ടി കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ട്രേ ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊന്ന് തട്ടി കൊടുക്കാം. നമ്മൾ സാധാരണ ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എയർ ബബിൾസ് കുറവായിരിക്കും നമ്മൾ ഈ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ആൽമണ്ട് ഫ്ലോറിൻ്റെ ഇതിലാണെങ്കിൽ കുറച്ചധികം എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ടൂത്ത് പിക്കൊക്കെ ഇട്ട് അത് എയർ ബബിൾസ് ഒക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പം നമ്മുടെ മാക്രൂൺസ് എല്ലാം ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മളിവിടെ അവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രിയിലാണ്, അതായത് 150 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊരു മിഡിൽ റാക്കിൽ വെച്ചിട്ട് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് സമയം വേരി ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ അധിക സമയം എടുത്തിട്ടുണ്ട് ഇത് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ബേക്കായി കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മാക്രോൺസ് എല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉടനെ തന്നെ നമ്മൾ ട്രെയിൽ നിന്ന് എടുക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. അപ്പം മാക്രോൺസൊക്കെ ട്രെയിലൊട്ട് പിടിക്കാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് പൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാക്രോൺ വീഡിയോയിൽ ഒരു ഫ്രോസ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ലെമൺ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ പ്ലം കേക്ക് സോക്കിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മറക്കാതെ കാണുക. പിന്നെ നമ്മളൊരു ഡേറ്റ്സ് കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. കാരണം നമ്മളിതിൽ എണ്ണയോ അങ്ങനെയൊന്നും ചേർക്കാത്തത് കാരണം, അതുപോലെ തന്നെ മൈദയുമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഹാർഡാകും. നമ്മൾ ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന മാക്രോൺസ് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് 7 ഇലത്ത് പോലും നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുന്ന വരില്ല. അപ്പോൾ ഇത് മൈദ വെച്ചിട്ട് മാക്രോൺസ് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് അവൻ ഇല്ലാതെ ചെയ്യുമ്പം എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പം ഫ്ലോപ്പായിരുന്നു ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇത് നിങ്ങളെന്തായാലും അവനില്ലാതെ ചെയ്ത് നോക്കാവുന്നവർ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്